ഹലോ ഗൈസ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നോർത്ത് ഗ്രീൻസിലുള്ള കേബിൾ കാർ ചെറുതായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ്. ആദ്യമായിട്ടല്ല ഞാൻ കേബിൾ കാർ കയറുന്നത്, പക്ഷേ എൻ്റെ കൂടെ വന്നേക്കുന്നവള് ആദ്യമായിട്ടാണ്. നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മളിന്ന് നിൽക്കുന്നത് നോർത്ത് ഗ്രീൻസിലുള്ള IFS സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഓയിസ്റ്റർ ടാപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തോ കയറാവുന്നതാണ്. ഓൺലൈൻ ബുക്കിങ്ങിന് ഏകദേശം 7 പൗണ്ട് വൺ സൈഡിനാകും. 2 സൈഡും കൂടെ 14 പൗണ്ട് പെർ പേഴ്സൺ. ഓയിസ്റ്റർ ടാപ്പ് ചെയ്യുന്നതിന് എത്ര പൗണ്ട് ആവും എന്ന് അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നമ്മൾ കേബിൾ കാറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഓരോ കേബിൾ കാറിലോട്ട് കയറണം. നമ്മുടെ ഫ്രണ്ടിൽ വന്ന ഫാമിലി ആണെങ്കിൽ ഫ്രണ്ടിലത്തെ ഒരു കേബിൾ കാറിൽ കയറി, നമ്മൾ തൊട്ട് പിന്നാലെ വരുന്ന ഒരു കേബിൾ കാറിൽ കയറാൻ പോവുകയാണ്. ഇവിടുത്തെ കേബിൾ കാർസ് മൊത്തം ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് കൂടുതൽ സെക്യൂരിറ്റീസ് ഒന്നും വേണ്ട. ഡോർസ് എല്ലാം തന്നെത്താനെ സെൻസർ വെച്ച് അടഞ്ഞോളും. പേടിയുണ്ടോ? അറിയില്ല. This is my first cable car experience. ഡോർ ഇതുവരെയായിട്ട് അടഞ്ഞില്ല. Automatic or closing? Okay guys, നമ്മൾ പോകുന്നു. Oh my god. ഇത്തവണ പൊട്ടി താഴെ വീണാലോ? അപ്പോൾ വായോ, നമുക്ക് കേബിൾ കാറിന്റെ വിഷ്വൽസ് എല്ലാം കണ്ടിട്ട് വരാം. അപ്പം യാത്ര അവസാനിക്കാൻ പോവാണ്. ഞങ്ങൾ ഇവിടെ ഇറങ്ങി. ഞങ്ങൾ 1 way ticket ആണ് എടുത്തത്. എനിക്ക് എപ്പത്തോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എല്ലാം ഇങ്ങനെ തട്ടി നോക്കി. തന്നെ ഡോർ നോക്കും. ഇത് ശരി ഇഷ്ടപ്പെട്ടു. തന്നെ നല്ലതായിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. പേടി ഉണ്ടായിരുന്നില്ല, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റ്. സൺസെറ്റ് കാണാൻ പറ്റി. ഐ ലൈക്ക് ഇറ്റ്. ഇതെന്റെ ഫസ്റ്റ് കേബിൾ കാർ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഞാനൊരു 9 കൊടുക്കും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട. സാധാരണ എല്ലായിടത്തും ഞാൻ ചെന്നപ്പോൾ ആൾക്കാർ കയറ്റി വിടാൻ ഇത് അങ്ങനെയൊന്നുമില്ല. തന്നെ ഡോർ തുറന്നു സെൻസറാണ്. വീഡിയോ എടുക്കാൻ പറ്റി. സത്യത്തിൽ നമ്മുടെ കൂടെ 2 പേരും കൂടെ വരാനുണ്ടായിരുന്നു. അവർക്ക് ചതിച്ചതാ ഞങ്ങളെ. എന്തോ ചെയ്യാനെന്ന് പറയാം. അവർക്ക് ഞങ്ങള് രാവിലെ ചെറുതായിട്ട് ഷോപ്പിംഗ് ഒക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പം വയസ്സായി. അതുകൊണ്ട് തലവേദന എടുക്കുന്നു, കാലുവേദന എടുക്കുന്നതും പറഞ്ഞ് 2 പേരും മുങ്ങി. അവസാനം ഞങ്ങള് കുറച്ച് കഷ്ടപ്പെട്ട് ആയാലും എത്തി. നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാറ്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അത് നോക്കി നടന്നു. അങ്ങോട്ടുണ്ട് ഇവിടെ ഫുഡ് ട്രക്ക്, ബസ്. നമ്മുടെ നാട്ടില് ചൈന മാർക്കറ്റിലും എല്ലാം പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അഭിപ്രായം. ബിക്കോസ് ഇവിടെ കടകൾ കുറവാണ്.
അതുകൊണ്ട് എല്ലാം കിട്ടും. നൂഡിൽസ് മാത്രമല്ല പലതും കിട്ടും. കഴിക്കണം. എനിക്ക് കുഴപ്പമില്ല. പോവാൻ റെഡി ആണെങ്കിൽ ഞാൻ വരാൻ റെഡിയാ. വയറിളക്കി കിടക്കരുത്. പോയി ഇങ്ങോട്ട് പോയി. ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഒരു മോഡൽ. ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച അവിടെ നിന്ന് അവിടെ ചിക്കൻ ഐറ്റംസ് ഒന്നുമില്ല. ഒരുത്തിക്ക് റെഡ് മീറ്റ് മൊത്തം അലർജിയാണ്. അവിടെ റെഡ് മീറ്റ് മാത്രം പോർക്ക് അലർജി ഇഷ്ടമല്ല. ഓക്കെ, അവിടെ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ വീഗനല്ല വെജിറ്റേറിയൻ ആണ്. അത് പുള്ളിക്കാരിക്ക് വലിയ താല്പര്യമില്ല. ഇന്ന് കഴിക്കാൻ താല്പര്യമില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ ഞങ്ങൾ വേറെ എന്തെങ്കിലും ലൊക്കേഷൻ ഉണ്ടോ എന്ന് നോക്കി. ശരി, ഞാൻ ഈ സൈഡ് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് ബിൽഡിങ് മാത്രം മനസ്സിലാവുന്നുണ്ട്. ആദ്യമായിട്ട് ലണ്ടനിൽ എങ്ങനെ കാല് കുത്തിയോ അതേ ഒരു ഫീല് ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് വെച്ചേക്കുന്നത്. സാംസങ്ങിന്റെ ഓരോ ഗുണങ്ങളേ ഉണ്ടായതുകൊണ്ട് അവള് ജീവിച്ചു പോകുന്നു. ഫോട്ടോ എടുക്കുന്നത് ഫോണും ക്യാമറയാണ്. ഫോട്ടോ എടുക്കുന്ന സ്കില്ല് വേണം. ആ സ്കില്ലുള്ളവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വരുന്നവർക്കും എടുക്കാൻ പറ്റില്ല. ആളെ മര്യാദക്ക് നിർത്താനേ അറിയണം. സാംസങ്ങിന്റെ പുതിയ S24 തൊട്ടുള്ള സീരീസിനകത്ത് പഴയത് അതിനകത്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ AI ക്രിയേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നല്ല എഫക്റ്റ് കിട്ടും. എഫക്റ്റ് അല്ല, ഒരു നല്ല DSLR എടുത്തതിന്റെ ഒരു ലുക്ക് വരും. അതാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഫോട്ടോ എടുക്കുന്ന ആളെ നിർത്തുന്നത് എന്റെ ഉത്തരവാദിത്തം. പോസ് പറഞ്ഞെടുക്കുന്നത് എന്റെ ഉത്തരവാദിത്തം. ഒരു ആംഗിളിൽ പോയി ഫോട്ടോ എടുക്കുന്ന ആ ഫോണിന് എന്താ ഫോട്ടോ എടുക്കുന്നു കഴിഞ്ഞോ. ഇൻട്രസ്റ്റ് ഉണ്ടായോണ്ട് ഓരോന്ന് തപ്പി പിടിച്ചോണ്ട് വരുന്നു. ആണോ? അല്ല, എനിക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ല. അപ്പൊ അവിടെ നല്ലൊരു ബാർ ഉണ്ടായിരുന്നു. അനുവാദമില്ല അതിലൊട്ടുന്നു. തായ് ഫുഡ് എന്താ വേണ്ടത്? എനിക്ക് കുറച്ച് എരിവുള്ള ഫുഡാണ് ഇഷ്ടം. ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ അതും കൂടി വെറുതെ പോകും. ഇല്ല, ഒഫീഷ്യലി തായ് ഫുഡ് ഏറ്റവും നല്ലതാണ്. പക്ഷെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ തായ് ഫുഡ് നല്ലതാണ്. ബട്ട് അവിടെ എല്ലാ ഫുഡിലും ഷുഗർ ചേർക്കും. ഞാൻ തായ് ഫുഡ് ഷുഗർ ചേർക്കുന്നുണ്ട്. എല്ലാ ഫുഡിലും ഷുഗർ മധുരം ഉണ്ട്. പക്ഷെ എനിക്ക് അത്ര മധുരം, എനിക്ക് സ്വീറ്റ് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഫുഡിന് സ്വീറ്റ് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അല്ലാത്ത ഫുഡൊക്കെ സ്പൈസി ആയിട്ടിരിക്കണം. എനിക്ക് ഈ ചിക്കൻ കറിയിലൊക്കെ കൊണ്ടും മധുരം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തീരെ പിടിക്കില്ല. ഇവിടെ എന്തിനും ഒരു മധുരം ഉണ്ടാവും. അപ്പൊ അത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് ഇഷ്ടമുള്ള കുറെ പേരുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഭൂമി ഉഴണ്ടതാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുറ്റി നടക്കാൻ പറ്റുമോ? അറിയില്ല. എനിക്ക് ബസ് കയറി നമുക്ക് അപ്പുറത്ത് പോയാലോ തിരിച്ച്. ഞാൻ ആലോചിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എവിടെ അതുണ്ടോ? അങ്ങോട്ട് പോകണ കേബിൾ കാർ നിന്നു. നിങ്ങൾ പോകണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഫുഡ് കിട്ടാത്തോണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പൊ ഇവിടെ ചുറ്റിക്കറങ്ങി അവിടെ ഒരു സ്ട്രീറ്റ് ഫുഡ് പോലും ഇല്ല. അതുകൊണ്ട് നേരെ വീട്ടിൽ പോയി വല്ലതും കഴിക്കാന്ന് വിചാരിച്ചു. എന്ത് പറയുന്നു? നീ ഉണ്ടാക്കത്തില്ലേ? അതൊന്നും എനിക്കറിയണ്ട. നീ ഫുഡ് ഉണ്ടാക്കി തരും. എനിക്കറിയത്തില്ല. എന്നാ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. എവിടുന്ന്? സമയം എത്ര? ഇവിടെ ഫുഡ് കിട്ടും. അപ്പൊ ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിരിപ്പുണ്ട്. ഒരു ട്രെയിൻ പോയി, കാണിക്കാൻ പറ്റത്തില്ല. റോഡ് പോകുന്നു. ഞങ്ങൾ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പോയല്ലേ? എനിക്ക് കിട്ടുമോ? അവള് എവിടേക്കോ ഇന്ന് തപ്പുന്നുണ്ട്. ക്യാപ്രിനോസ് പോവാം.
ഇഷ്ടമായി. ഫുഡ് ഫുഡ് എന്നും പറഞ്ഞു നടക്കാം. ഫുഡ് എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഞങ്ങള് അങ്ങോട്ട് നടക്കുന്നേ ഉള്ളു. അതൊരു സമയമുണ്ട്. അപ്പം ഞാൻ നിന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നീ കണ്ടതി വെച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഫിലിമിന്റെ പേര് പറഞ്ഞു. അങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞാ പറയൂ. മറ്റേ പാരസൈറ്റ് കണ്ടില്ലേ? കണ്ടു. പാരസൈറ്റ് ഉള്ളതായിരുന്നു. അതില് കഥയുണ്ടായിരുന്നു. It was good. പിന്നെന്താ? ഓക്കെ, പാരസൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറ്റവും നല്ലൊരു ഫിലിം, ഏറ്റവും നല്ലൊരു കഥയുള്ള സിനിമ. ഓക്കെ, നീ വേറെ ഉണ്ടാവും. ഞാൻ കണ്ടത് നീ ഓർമ്മയില്ല. കണ്ടത് നീ പറഞ്ഞാൽ മതി. ഓക്കെ ഇന്റർസ്റ്റെല്ലർ കൊള്ളാലോ. ഓക്കെ, ഇൻഡസ്റ്റെല്ലർ. ഓക്കെ, അപ്പൊ അവള് പറഞ്ഞത് ഇൻഡസ്റ്റെല്ലാറും പിന്നെ പാരസൈറ്റ്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ചമിൻ ബട്ടൺ എന്ന് പറയുന്ന കഥ അറിയാം. ബെഞ്ചമിൻ ബട്ടൺസ് എന്ന് പറയുന്ന ഒരു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ. ബെഞ്ചമിൻ ബട്ടൺസ് എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. അതായത് ഐ തിങ്ക് ബ്രാഡ് പിറ്റിന്റെ ആണ്. പുള്ളിയുടെ ഒരു നല്ലൊരു സ്റ്റോറിയാണ്. അതായത് നമ്മുടെ ലൈഫ് സൈക്കിള്, അതായത് കുഞ്ഞായിട്ട് ജനിച്ച് ഓൾഡായിട്ട് മരിക്കുന്ന ലൈഫ് സൈക്കിള് തിരിച്ചിട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കഥയാണ്. അതായത് വയസ്സായിട്ട് ജനിച്ച് കുഞ്ഞായിട്ട് മരിക്കുന്ന ആ സൈക്കിളിലാണ് ഈ കഥ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫിലിം കഥ സ്റ്റോറീസ് കൊള്ളാമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക കമന്റ് ഡൗൺ ബിലോ. ഓക്കെ, ഹായ്. അപ്പം ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റാ.